ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കൂട്ടുകാർ ചോദിച്ച കുറേ കാര്യങ്ങൾക്കുള്ള മറുപടിയുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിച്ചൺ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ചോറിന് ചക്കക്കുരു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എറണാകുളത്ത് ആയതുകൊണ്ട് നമുക്ക് ചക്ക വാങ്ങല്ലാതെ വേറെ നിവർത്തിയില്ല. നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, കിട്ടാൻ വഴിയില്ലല്ലോ. നമ്മൾ നാട്ടിൽ പോകുമ്പം കഴിക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി വരുമ്പം ചക്ക ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ അവിടുന്ന് ചക്ക മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചക്കയാണ്, അത്യാവശ്യം വലിപ്പമുള്ള ചക്ക, 400 രൂപ. പക്ഷെ നല്ല വലിയ ചുളയായിരുന്നു, നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വേകുന്ന കുരു കേട്ടോ. അപ്പം ഞാൻ അതും പാലക്ചീരയും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കക്കുരു ഞാൻ ആദ്യം ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിനകത്ത് പാലക്ചീര ചേർത്തിട്ട് തേങ്ങ അരച്ച് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളുമല്ലോ. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ ലൈവ് വരാത്തത്. അപ്പോൾ ലൈവ് വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ മോളുള്ളത് കൊണ്ട് അങ്ങനെ ലൈവ് വരാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ലൈവ് വരാത്തത്. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. അപ്പം നമ്മളിതാ ചക്കക്കുരു ഒക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട്, കുക്കറിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പം ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാലക്ചീര ഇട്ട് കൊടുക്കാം. പാലക്ചീര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് കറി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ലൈവ് പറ്റുമ്പം വരും. പിന്നെ എന്താണ്, ലോങ് ഹെയർ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഹെയർ ലോങ് ഹെയർ ആണ്. അപ്പോൾ ലോങ് ഹെയർ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ലോങ് ഹെയർ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏതൊക്കെ ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ ഏതൊക്കെ യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാനും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കിച്ചണിൽ ചെയ്യുന്ന കുറച്ച് എന്തൊക്കെ ഞാൻ കിച്ചൺ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെന്ന് അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ നമ്മുടെ കറി ഞാൻ കുക്കറിൽ അടുപ്പത്ത് ചക്കക്കുരു വെന്തതിന് ശേഷം ഞാൻ പാലക്ചീരയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അതുപോലെ അച്ചിങ്ങ ഞാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അച്ചിങ്ങ അരിഞ്ഞ് വെച്ചിട്ടോ. പാലക്ചീര അപ്പം ഞാനിതാ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞപ്പൊടിയും കൂടെ അരച്ച് ചേർത്തിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പും ചീരയും കൂടെ എന്നാൽ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതൊരു കറിയാക്കി. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചിങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അച്ചിങ്ങ ഞാൻ അതിനകത്തേക്ക് കുറച്ച് സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ഞാനൊന്ന് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയില ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ വറുത്തതും ഉണ്ട്. അപ്പം ഞാൻ എന്താ ചോറ് എടുക്കുന്നുണ്ട്, മീൻ വറുത്തത്, അതുപോലെ മീൻ വറുത്തത്, പിന്നെ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി, പിന്നെ പാലക്ചീരയും ചക്കക്കുരും കൂടെ കറി വെച്ചത്, അതായിരുന്നു നമുക്കിന്ന് ഉച്ചക്കത്തേക്കുള്ള കേട്ടോ. പിന്നെ ഇന്നലെ ഇത്തിരി ചാളപ്പീര ഇരിക്കുന്നുണ്ട്. അപ്പം അതും എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഊണ് കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കുറച്ച് പണികൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഊണ് കഴിക്കട്ടെ. അപ്പം പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ബിഗ് താങ്ക്സ്. കാരണം നമ്മൾ ലൈവിൽ കാണാത്തപ്പം ചോദിക്കുക, അതുപോലെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പം എല്ലാവർക്കും ബിഗ് താങ്ക്സ്, ഒരുപാട് സ്നേഹം എല്ലാവരോടും. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതെല്ലാം സ്റ്റൗവിലേക്ക് അടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കൂട്ടി വെക്കാതിരിക്കുക. നമ്മൾ കൂട്ടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഇനി പണിയുണ്ടല്ലോ ചെയ്യാനെന്നൊക്കെ വിചാരിക്കും. നമുക്കപ്പോൾ പണിയൊക്കെ തീർത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് സമയം കിടക്കുകയും ചെയ്യാം. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് കഴിഞ്ഞ് ബാക്കി അന്നേരം കഴിച്ച പാത്രങ്ങളും കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ നമുക്ക് സമാധാനമായിട്ട് കിടക്കാം. പിന്നെ വൈകുന്നേരമല്ലേ പണി ഉണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരം ചായ വെക്കുകയും പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പം നമുക്ക് ടെൻഷൻ അടി. എനിക്കിങ്ങനെ പണി കൂട്ടിയിട്ടിട്ട് പിന്നെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യം നമ്മളിപ്പം കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണെങ്കിലും അപ്പോൾ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയും കൗണ്ടർ ടോപ്പ്
തുടച്ച് വെക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പണിയെല്ലാം തീർന്നതിന് ശേഷമാണ് കിടക്കുകയാണെങ്കിലും കിടക്കാറുള്ളൂ. അതാകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കിടന്നിട്ട് എണീറ്റ് വരാം. പിന്നെ വൈകുന്നേരം ചെയ്യാനുള്ള കുറച്ച് പണി മാത്രമല്ല ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ സിങ്കൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ എല്ലാം ഒന്ന് വൈപ്പ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ആ തുണി നമ്മൾ ക്ലീൻ ചെയ്യുന്ന തുണിയൊക്കെ ഒന്ന് വിരിച്ച് വെച്ചാൽ വേസ്റ്റും കൂടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള, പിന്നെ ഞാൻ കിടന്നൊക്കെ എണീറ്റ് വന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കി നമ്മൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും, നമുക്ക് ക്ഷീണം തോന്നും. അപ്പം നമ്മൾ പണികൾ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ടൈം എടുത്തിട്ട് ചെയ്യുക. കുറച്ച് പണി ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പണികൾ ചെയ്യുക. അങ്ങനെ റെസ്റ്റ് എടുത്ത് നമുക്കപ്പം മടുപ്പും തോന്നില്ല. അപ്പം ഞാൻ കിടന്നൊക്കെ എണീറ്റ് വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഒന്ന് ടിന്നിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അതുപോലെ തന്നെ ഇഞ്ചി നമുക്ക് പേസ്റ്റ് ആക്കി വെക്കാനുള്ള പേസ്റ്റ് ആക്കി വെക്കുക. ബാക്കിയുള്ളത് നമ്മളതുപോലെ തന്നെ അടച്ച് വെക്കുക. അതുപോലെ തന്നെ സവോളയൊക്കെ നമുക്ക് ഒരു 2-3 നമ്മളൊന്ന് പൊളിച്ച് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ തണുപ്പോടെ ഇരിക്കും, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കണ്ണെരിയുമില്ല. പിന്നെ ഈ വലിയ മത്തൻ, അതുപോലെ തന്നെ വെള്ളരി, ക്യാബേജ്, ഇതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് നമ്മൾ കേടാവില്ലല്ലോ. പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെള്ളമൊക്കെ നനവില്ലാതെ നമ്മൾ അടച്ചു വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറി കൂടുതൽ നാൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എളുപ്പമാണ് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഫ്രിഡ്ജിലെല്ലാം എടുത്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സവോള നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു, ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ. ഇനി അതിൽ ഞാൻ സവോളയൊക്കെ ഒന്ന് പെറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഞാൻ ആ തട്ട് താഴേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം, അതായത് ഹാർപ്പിക്ക്, അതുപോലെ തന്നെ റിൻസ് എന്ന് പറഞ്ഞ റിൻസോൾ എന്നാണ് പേര്. അത് ഓർമ്മ റിൻസോൾ എന്നാണ്. അത് ഒരു അൾട്ടിമേറ്റ് ഹോം ക്ലീനറാണ്. ഞാൻ ഇതാണ് സ്ഥിരമായിട്ട്, നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് വാഷ് ബേസ് ഒക്കെ ക്ലീൻ ചെയ്യാനും ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനും ബാത്റൂമിലേക്ക് നല്ല ഒരു സ്മെല്ല് കിട്ടാനും ക്ലീൻ ചെയ്യാനും എല്ലാം നമുക്ക് തുടയ്ക്കുമ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണിത്. പിന്നെ ഞാൻ ഡിഷ് വാഷ്, പിന്നെ അതുപോലെ സോപ്പ്, ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് വാങ്ങാറുള്ളത്. പിന്നെ എന്നോട് എൻ്റെ ഹെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലോങ് ഹെയർ ആണ്, അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്കും രാത്രിയും വരാറുണ്ട്. അപ്പോൾ ബൈ ബൈ.